എന്നും നന്മകളാൽ സമൃദ്ധമാണ് മങ്കട. വള്ളുവനാടിന്റെ ആസ്ഥാനമായ അങ്ങാടിപ്പുറം ഉൾക്കൊള്ളുന്ന പ്രദേശമാണിത്. മങ്കട കോവിലകവും കടന്നമണ്ണ കോവിലകവും ആയിരനാഴിപ്പടി കോവിലകവും അരിപ്ര കോവിലകവും പടുകോവിലകവുമെല്ലാം ഈ നാടിന്റെ അഭിമാനമാണ്. ലോകപ്രശസ്ത ഛായാഗ്രാഹകൻ മങ്കട രവിവർമ്മയുടെയും ചരിത്ര പണ്ഡിതൻ പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവിയുടെയും ഞെരളത്ത് രാമപൊതുവാളിന്റെയും കർക്കിടം ബിലാൽ ജുമാ മസ്ജിദിന്റെ നിർമ്മാണത്തിന് സ്വന്തം ഭൂമി വിട്ടു നൽകിയ മൂത്തേടത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും കുടുംബസ്വത്തിൽ നിന്ന് ലഭിച്ച ഭൂമി തെക്കിനിയേടത്ത് ശിവക്ഷേത്രം നിർമ്മിക്കാൻ വിട്ടു നൽകിയ തയ്യിൽ മറിയുമ്മ ഹജ്ജുമ്മയുടെയും ജന്മനാട്. പുരാതന രാജവംശമായ വള്ളുവ കോനാതിരിമാരുടെ പരമ്പര നിലകൊള്ളുന്ന മങ്കട സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന MP നാരായണമേനോന്റെയും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും മണ്ണ്. ഇത് ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾ മുളയെടുത്ത മണ്ണാണ്. മങ്കട രാഷ്ട്രീയ പോരാട്ടത്തിലും തിരഞ്ഞെടുപ്പിലും എന്നും പ്രസിദ്ധമാണ്. ചരിത്രപ്രസിദ്ധമായ മാമാങ്കത്തിന്റെ തിരുശേഷിപ്പുകളുള്ള അങ്ങാടിപ്പുറത്തെ തളിക്ഷേത്രവും ജുമാ മസ്ജിദും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മാനവമൈത്രിക്ക് മാതൃക കാട്ടിയ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. അങ്ങാടിപ്പുറം മുതൽ പടിഞ്ഞാറ് കടലുണ്ടിപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ മങ്കട നിയോജക മണ്ഡലം സർവൈശ്വര്യങ്ങളോടെ നിലകൊള്ളുകയാണിന്ന്. ഓരോ ഗ്രാമവും പ്രതീക്ഷിക്കുന്നത് വികസനമാണെങ്കിൽ മങ്കടയിൽ നടന്നതും അതുതന്നെയാണ്. വളരെ ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത്. 5 വർഷം മുമ്പ് നിങ്ങൾ നൽകിയ ജനവിധി വളരെ ആത്മാർത്ഥമായ ഒന്നായിരുന്നു. അത് സാക്ഷാത്കരിക്കുന്നതിന് ഈ 5 കൊല്ലങ്ങളിൽ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയതിൽ വലിയ സംതൃപ്തിയുണ്ട്. ആദ്യമായി മങ്കടയിലെ മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്യാം. അവർ നൽകിയ പിന്തുണ കൊണ്ടാണ് ഈ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. 5 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ജനങ്ങൾ ആദ്യമായി പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂർക്കനാട് കുടിവെള്ള പദ്ധതിയും ഈ മേൽപ്പാലവുമായിരുന്നു. 3 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് 22 കോടി ചിലവഴിച്ച് അങ്ങാടിപ്പുറം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കി. എനിക്ക് തോന്നുന്നത് അങ്ങാടിപ്പുറത്തെയും പരിസര പ്രദേശങ്ങളിലെയും മാത്രം ഒരു വളർച്ചയുടെ പ്രശ്നമല്ല, മറിച്ച് മലബാറിൻ്റെ മൊത്തത്തിലുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമായി നമ്മുടെ ഈ മേൽപ്പാലം മാറാൻ പോവാണ്. മേൽപ്പാലം ഇപ്പോൾ നമ്മുടെ അങ്ങാടിപ്പുറത്ത് വന്ന മേൽപ്പാലം നമുക്ക് വളരെ ഓട്ടോക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു പെരിന്തൽമണ്ണയിലേക്ക് ഒരു ട്രിപ്പ് പോയി വരാനാണ് ഏകദേശം ഒരു 45-50 മിനിറ്റോളം എടുത്തിരുന്നത്. ഇപ്പോൾ 10-11 മിനിറ്റ് കൊണ്ട് നമുക്ക് പോയി വരാം. വിദ്യാഭ്യാസ മേഖലയുടെ സുവർണ കാലഘട്ടം തന്നെയായിരുന്നു ഈ 5 വർഷം. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമായി കോടികൾ ചിലവഴിച്ചു. സംസ്ഥാനത്താദ്യമായി 7 കോഴ്സുകളോടെ മങ്കട ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിച്ചു. ഇതൊരു ചരിത്ര നേട്ടം തന്നെയായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ 7 കോഴ്സുകളോടുകൂടി ആരംഭിച്ച ആദ്യത്തെ കോളേജായിരിക്കും നമ്മുടെ ഗവൺമെന്റ് കോളേജ്. നിങ്ങളുടെ നാടിൻ്റെ ചിരകാല അഭിലാഷം മങ്കടയിലെ ഒരു ഗവൺമെന്റ് കോളേജ് എന്ന ആ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് മങ്കട ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വിവരം നിങ്ങളെ ആദ്യമായി. കോളേജ് പഠിക്കുന്നതോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അഭിമാനമുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരു ഗവൺമെന്റ് കോളേജിൽ ആദ്യമായിട്ടാണ് സൈക്കോളജി വരുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോളജി ഒരുപാട് ഇഷ്ടപ്പെട്ട് വന്നതാണ് ഞങ്ങൾ. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങളുടെ പ്രിയ MLA കൂടിയായിട്ടുള്ള കബീർ സാഹിബിനാണ്. മങ്കട കോളേജിനായി മൂർക്കനാട് പഞ്ചായത്തിലെ പുന്നക്കാട് പ്രദേശത്ത് സ്ഥിരം കെട്ടിടത്തിന്റെ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കബീർ സാഹിബ് MLA ശേഷം
സംസ്ഥാനത്ത് തന്നെ ആദ്യമായി 7 കോഴ്സുകൾ കൂടിയ ഒരു കോളേജ് വരിക എന്നുള്ളത് ഒരു അസംഭവ്യ കാര്യമാണെങ്കിലും അത് സംഭവിച്ചു. അതിൽ വളരെ അധികം സന്തോഷമുണ്ട്. മാറുന്ന മങ്കടയ്ക്ക് മായാത്ത കയ്യൊപ്പ് ചാർത്തി മാർക്കബിൾ മങ്കട എന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കി. വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മൾ കാണിച്ച ഒരു പ്രാധാന്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചതിൽ വ്യക്തിപരമായി വലിയ അഭിമാനമാണ് തോന്നുന്നത്. മണ്ഡലത്തിലെ 5 ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങൾ പണിയാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ മണ്ഡലത്തിലെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂം തുടങ്ങാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ അംഗനവാടികളിലും സ്നേഹബെറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് അംഗനവാടി മുതൽ കോളേജ് വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. മങ്കട MLA അഹമ്മദ് കബീർ സാഹിബ് നടത്തിയ സേവനങ്ങൾ വളരെ വലുതാണ്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറിക്ക് പുതിയ കെട്ടിടം സംഭാവന ചെയ്തു. മാത്രമല്ല 90 ലക്ഷം രൂപ ചെലവാക്കി 2 നില കെട്ടിടം പൂർത്തിയാക്കിയതിന് പുറമെ അതിന് ശേഷമുള്ള ഭാഗത്ത് 25 ലക്ഷം രൂപ ചെലവാക്കി പുതിയ ഒരു കെട്ടിടത്തിൻ്റെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറിക്ക് ഹൈസ്കൂളിന് വേണ്ടിയിട്ട് പുതുതായിട്ടൊരു സ്കൂൾ ബസ് അനുവദിച്ചു. എന്തായാലും പള്ളിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്ത സേവനങ്ങൾ വളരെ വലിയ ഒന്ന് തന്നെയാണ്. കാരണം ഇവിടുത്തെ തികച്ചും ഗ്രാമീണ പ്രദേശത്തുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സേവനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഓർമ്മിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. 1964 ശേഷം ഈ സ്കൂൾ ഉണ്ടായതിനു ശേഷം ഇത്രയധികം വികസനങ്ങൾ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA അഹമ്മദ് കബീർ സാഹിബ് ഒരുപാട് കാര്യങ്ങൾ സ്കൂൾ വഴി ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപ ചെലവിൽ അതിമനോഹരമായ ഒരു വലിയൊരു ബിൽഡിങ് ഈ കഴിഞ്ഞ വർഷമാണ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഫണ്ട് MLAയുടെ ഫണ്ടിൽ നിന്നാണ് കിട്ടിയത്. സ്ഥലപരിമിതി ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും മങ്കടയുടെ MLA ശ്രീ ടി അഹമ്മദ് കബീറിൻ്റെ 2012-13 ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് 1 കോടിയുടെ ഒരു ബിൽഡിംഗ് ഹയർ സെക്കൻഡറി മേഖലയ്ക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിലെ ഹയർ സെക്കൻഡറി മേഖലയുടെ പാശ്ചാത്തല സൗകര്യം വലുതാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് ഇവിടുത്തെ റിസൾട്ടിനെയും മറ്റും വളരെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്തത് കോളേജിന് 2 ബസ്സുകൾ, ഗവൺമെൻറ് സ്കൂളുകൾക്കെല്ലാം ബസ്സുകൾ ഏർപ്പാട് ചെയ്തുകൊണ്ട് അടുത്ത അധ്യയന വർഷം മുതൽ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് കുറേ കൂടി സന്തോഷത്തോടുകൂടി പോകാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ചേരിയം UP സ്കൂളിനെ ഹൈസ്കൂളാക്കി ഉയർത്തി. പുതുതായി മണ്ഡലത്തിലെ 2 സ്കൂളുകൾക്ക് +2 അനുവദിച്ചു. അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളേജ് കമ്മ്യൂണിറ്റി കോളേജായി അപ്ഗ്രേഡ് ചെയ്തു. ലേഡീസ് ഹോസ്റ്റൽ, ലൈബ്രറി, ഗാർഡ് റൂം എന്നിവയ്ക്ക് കെട്ടിടം അനുവദിക്കുകയും ചെയ്തു. ഒപ്പം ഈവനിംഗ് ബാച്ച് ആരംഭിക്കുകയും ചെയ്തു. ഞാൻ ഈ കോളേജിലേക്ക് കടന്നു വരുന്ന കാലത്ത് തൊട്ട് തന്നെ എനിക്കറിയാം, അന്നിവിടെ ഒരു ഗേറ്റ് മാത്രമാണ് പുതുതായി വന്നിരുന്നത്. ഇപ്പോൾ ഈ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ലൈബ്രറി ബ്ലോക്ക്, അതുപോലെ തന്നെ ഫിറ്റ്നസ് സെൻറ്റർ, മറ്റു അനവധി സിവിൽ ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനം ഇവിടെ കഴിഞ്ഞു. മറ്റനവധി പ്രവർത്തനങ്ങൾ, പറഞ്ഞാൽ തീരാത്തത്രയും പ്രവർത്തനങ്ങൾ മാർക്കബിൾ മങ്കട എന്നൊരു ചെറിയ പേരിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കിക്കൊണ്ട് പോളിയെ അതിൻ്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ് അഹമ്മദ് കബീർ സാഹിബ്. അതിൽ നല്ലൊരു ഭാഗം ഞങ്ങളുടെ കോളേജിന് വേണ്ടിയിട്ട് അദ്ദേഹം നീക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ടൊരു വിശ്രമ റൂം അദ്ദേഹം ഞങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 കോടിയുടെ ഇലക്ട്രോണിക്സ് ബ്ലോക്കും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. നമ്മുടെ അങ്ങാടിപ്പുറത്തെ പോളിടെക്നിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പുതിയ പ്രവർത്തനങ്ങളൊന്നും നടന്നിരുന്നില്ല. നമ്മൾ പോളിടെക്നിക്കിൽ ഈവനിംഗ് കോഴ്സ് ആരംഭിച്ചു. അത് കമ്മ്യൂണിറ്റി കോളേജായി പ്രഖ്യാപിച്ചു. ഏതാണ്ട് 10-12 കോടി ഉറുപ്പികയുടെ പുതിയ കെട്ടിടങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ കഴിയും. മണ്ഡലത്തിലെ മുഴുവൻ പ്രധാന റോഡുകളും
രാജകീയ പാതകളാക്കി മാറ്റി. അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡ്, കൊളത്തൂർ പടപ്പറമ്പ് റോഡ്, ഓരാടം പാലം വലമ്പൂർ പാലക്കത്തടം റോഡ്, മക്കരപ്പറമ്പ് മങ്കട റോഡ്, കൂട്ടിലങ്ങാടി പടപ്പറമ്പ് കാടാമ്പുഴ റോഡ്, അങ്ങാടിപ്പുറം പടപ്പറമ്പ് റോഡ്. മണ്ഡലത്തിലെ 150 ഗ്രാമീണ റോഡുകൾ ഒറ്റത്തവണ നന്നാക്കൽ പദ്ധതി പ്രകാരം നവീകരിച്ചു. അപ്രോച്ച് റോഡുകൾ, ജംഗ്ഷൻ നവീകരണം, കനാൽ നവീകരണം, ചെറുകിട പാലങ്ങൾ, നിരവധി പ്രദേശങ്ങളിലായി ഡ്രൈനേജ് നിർമ്മാണം, നിരവധി ബസ് ഷെൽട്ടറുകൾ, സബ് രജിസ്ട്രാർ ഓഫീസിന് സ്വന്തമായി കെട്ടിടം, പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് 200-ലധികം റോഡുകളുടെ നവീകരണം. ഇങ്ങനെ നീളുന്നു മരാമത്ത് പ്രവൃത്തികളുടെ പട്ടിക. സംതൃപ്തി നിറഞ്ഞ ഒരു ആരോഗ്യ മേഖലയെ സൃഷ്ടിച്ചെടുക്കാനായി എന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. മങ്കട കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തി. പുതിയ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഈ ആശുപത്രി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതിനു വേണ്ട യാതൊരു പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ അവർ കഴിഞ്ഞിരുന്നില്ല. ഈ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ബഹുമാന്യനായ നമ്മുടെ MLA അഹമ്മദ് കബീർ സാഹിബിൻ്റെ പരിശ്രമ ഫലമായി ഈ ആശുപത്രിക്ക് ഒരുപാട് വികസനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പുഴക്കാട്ടിരി, പാങ്ങ്, മക്കരപ്പറമ്പ്, മൂർക്കനാട് എന്നീ PHCകൾക്ക് പുതിയ കെട്ടിടത്തിനായി 1.15 കോടി രൂപ അനുവദിച്ചു. അങ്ങാടിപ്പുറത്തും മക്കരപ്പറമ്പിലും പുതിയ ആയുർവേദ ഡിസ്പെൻസറികൾ, മങ്കടയിൽ സിദ്ധ ഡിസ്പെൻസറി എന്നിവയും എണ്ണിപ്പറയേണ്ടവ തന്നെയാണ്. മങ്കട 66 kV സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കി. 132 മുകളിൽ പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കാനായി. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി ഇംപ്രൂവ്മെന്റ് പദ്ധതി. പുഴക്കാട്ടിരി പുതിയ സെക്ഷൻ ഓഫീസ്, പാങ്ങിൽ പുതിയ ബിൽ കളക്ഷൻ ഓഫീസ്. നമ്മളുടെ വോൾട്ടേജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നമൊക്കെ പരിപൂർണമായിട്ട് പരിഹരിച്ചു തന്നു. എല്ലാ മേഖലയിലും മൂപ്പർ എല്ലാ സഹായങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മണ്ഡലത്തിലെ പ്രധാന കവലകൾ പ്രകാശപൂരിതമാക്കി 12 ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. മാറുന്ന മങ്കട മായാത്ത കയ്യൊപ്പ് എന്ന ജനങ്ങൾ ഏറ്റുവിളിച്ച മുദ്രാവാക്യം സാധ്യതപ്രായമാക്കാൻ നമ്മൾ നടത്തിയ ശ്രമം ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ കൊണ്ടാണ് വിജയിച്ചത്. 65 കോടി രൂപ മുടക്കി മൂർക്കനാട് കുടിവെള്ള പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി ട്രീറ്റ്മെന്റ് പ്ലാന്റ്. മൂർക്കനാട് കുടിവെള്ള പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതെ അവഗണിക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതി പൂർത്തിയാക്കുക മാത്രമല്ല, അതിനൊരു കണക്ഷൻ മേള സംഘടിപ്പിക്കാൻ വാട്ടർ അതോറിറ്റിയുടെ ഒരു സെക്ഷൻ ഓഫീസ് പുഴക്കാട്ടിരി പഞ്ചായത്തിലെ രാമപുരത്ത് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും ശുദ്ധജലം വീടുകളിൽ എത്തിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ഇപ്പോൾ വകുപ്പ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതികളുടെ സ്രോതസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചെറുപുഴ സംരക്ഷണം, 3 പ്രധാന കുളങ്ങളുടെ നവീകരണം, അങ്ങാടിപ്പുറം തിരുമന്താംകുന്ന് ക്ഷേത്രത്തിന് പിൻഭാഗത്ത് ആറാട്ടുകടവിൽ തടയണ, മൂർക്കനാട് പഞ്ചായത്തിൽ തൂതപ്പുഴയ്ക്ക് കുറുകെ നിലാപ്പറമ്പിൽ സ്ഥിരം തടയണ, നാടിന്റെ ചിരകാല സ്വപ്നമായ കൂട്ടിലങ്ങാടി തട്ടാരുമണ്ണ VCB കം ബ്രിഡ്ജ്, മങ്കട കൂട്ടപ്പാല VCB എന്നിവയെല്ലാം ഇന്നവിടെ യാഥാർത്ഥ്യമായി നിൽക്കുന്നു. ഇത് എത്രയോ കൊല്ലമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ജനങ്ങളെ. 10-25 കൊല്ലമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ജനങ്ങളെ ആവശ്യം. ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം അഹമ്മദ് കബീർ സാഹിബിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായത്. മെയിനായിട്ട് മൂപ്പരോടാണ് ഞങ്ങൾക്ക് കടപ്പാട്, അഹമ്മദ് കബീർ സാഹിബിനോട്. ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സാഹിബിനോട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാലം വേണമെന്ന്. അപ്പോൾ സാഹിബാണ് ഞങ്ങൾക്ക് ഈ പാലം കൊണ്ടുവന്ന് തന്നത്. 2 വർഷത്തിന് മുന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയി. അപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കൊരു പാലം വന്നു. ഇവിടെ ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു കവുങ്ങും പാലത്തിലൂടെയാണ് ഞങ്ങൾ പോയിരുന്നത്. വളരെ അതും ഓരോ കൊല്ലം കൂടുമ്പോൾ ഞങ്ങൾക്കത് നന്നാക്കേണ്ടി വന്നിരുന്നു. വലിയ വെള്ളം വരുമ്പോൾ വെള്ളത്തിൻ്റെ കൂടെ തന്നെ പാലം ഒലിച്ചു പോകും. ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര റിസ്ക്കാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് മറ്റു പോകണമെന്നുണ്ടെങ്കിൽ ഈരം കൊണ്ട് അതുവഴി 1.5 കിലോമീറ്ററോളം ഞങ്ങൾക്ക് ചുറ്റി പോകേണ്ടതുണ്ട്. നമ്മുടെ ചെറുപുഴ, ആ ചെറുപുഴ മഴക്കാലത്ത് ധാരാളം ജല
സംഭരിക്കുന്ന ഒരു പുഴയാണ്. നിർഭാഗ്യവശാൽ വേനലാകുന്നതോടെ ഈ ചെറുപുഴയിൽ വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള കുളങ്ങളും കിണറുകളുമെല്ലാം സജീവമായി നിലനിർത്തുന്നതിന് സഹായകമാകും വിധം ഈ ചെറുപുഴക്ക് ഒരു 10 കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് നമ്മൾ അനുവാദം വാങ്ങിയിരിക്കും. ഈ 10 കോടി ഉറുപ്പിക കൂടാതെയാണ് നമ്മൾ 2 ജോലികൾ പൂർത്തിയാക്കിയത്. ഒന്ന്, കുട്ടിലങ്ങാടിയിൽ നിന്ന് തട്ടാർമണ്ണയിലേക്ക് കുട്ടിലങ്ങാടി പഞ്ചായത്തിനെയും കുറുവ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന VCB കം ബ്രിഡ്ജിന്റെ പണി ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ വന്നിട്ട് ഇവിടെ ഈ കൂട്ടക്ഷേത്രത്തിൽ പൂജയ്ക്കായിട്ട് വന്നിട്ടുള്ള ആളാണ്. അന്ന് മുതൽ ചോഴിപ്പടിക്കയിലേക്കും മറ്റും പോവാൻ വളരെ വിഷമമായിരുന്നു. സ്കൂൾ കുട്ടികളെ ഞാൻ ഇവിടുന്ന് അനവധി പ്രാവശ്യം അക്കരയ്ക്ക് കടത്തിയിട്ടുണ്ട്. അങ്ങനെ വിഷമിച്ചും കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു പദ്ധതി ഉണ്ടായെന്നും റോഡ് ഉണ്ടാക്കുകയും പിന്നീട് അത് ക്ഷേത്രത്തിലേക്കും ഇവിടുന്ന് കൂട്ടപ്പാല, ചോയിപ്പടി, മറ്റുള്ള സ്ഥലത്തേക്ക് പോവാൻ എല്ലാവർക്കും ഉപയോഗമായി. അപ്പോൾ ഈ പാലം വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ജനങ്ങൾക്ക് വളരെ ഗുണകരമായി എല്ലാ വിധത്തിനും ഏത് സമയത്തും പോകാനും വളരെ സൗകര്യമായി. ഇതോടൊപ്പം ഭക്ഷ്യമേഖലയ്ക്ക് കരുത്തേകാനും MLA ഉണ്ടായിരുന്നു. പടപ്പറമ്പിൽ മാവേലി സ്റ്റോർ, മങ്കട, പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തുകളിൽ 2ാമത്തെ മാവേലി സ്റ്റോർ അനുവദിച്ചു. അതോടൊപ്പം അങ്ങാടിപ്പുറം മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ മാർക്കറ്റായി അപ്ഗ്രേഡ് ചെയ്തു. കൃഷി വകുപ്പിന്റെ നിറവ് പദ്ധതി മണ്ഡലത്തിൽ നടപ്പിലാക്കുകയും കോഴികൾ, വിവിധ വൃക്ഷത്തൈകൾ എന്നിവ വിതരണം ചെയ്യുകയും ചെയ്തു. നിരവധി കേര സംഘങ്ങൾ സ്ഥാപിക്കുകയും ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. അഗ്രോ സെന്ററും കാർഷിക വിപണന കേന്ദ്രവും സ്ഥാപിച്ചു. ദുരിതാശ്വാസ രംഗത്ത് കനിവിന്റെ കയ്യൊപ്പ് ചാർത്തി മങ്കട. ഈ അങ്ങാടിപ്പുറം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നാളെ ഒരു വലിയ വാണിജ്യ പാതയായി മാറാനിരിക്കുന്ന സാഹചര്യം. ബൈപ്പാസിന്റെ പണി കൂടി പൂർത്തിയാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മാനത്ത് മംഗലത്ത് നിന്ന് ആരംഭിച്ച് ഓരാടം പാലം വഴി വൈലോങ്ങര വരെ വരുന്ന ഒരു വലിയ ബൈപ്പാസ് കൂടി ഇവിടെ വരുന്നതോടെ നമ്മുടെ മലബാറിൻ്റെ ഒരു സ്ഥിരാ കേന്ദ്രമായി അങ്ങാടിപ്പുറം മാറാനിരിക്കുകയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. അതിന് ഇതപര്യന്തം ജനങ്ങൾ നൽകിയ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി, കക്ഷിബന്ധങ്ങൾക്കുപരിയായി മങ്കട മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും നൽകിയ സ്നേഹപൂർണമായ പ്രാർത്ഥനാ നിർഭരമായ പിന്തുണക്ക് നന്ദി പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗം. ഇവിടെ എല്ലാ കാര്യം കൊണ്ടും അഹമ്മദ് കബീറാണ് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഒരു മുത്തായി വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിലിപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇത്രയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി തന്നെ ആവട്ടെ ഇനിയും നമ്മുടെ മങ്കടയുടെ MLA ആയി വരുന്നത്. അപ്പോൾ മൂപ്പരനെ ഇനിയും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയുള്ളത്. കാരണം ഇനിയും സ്കൂളിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയും. അത് ഈ നാട്ടുകാർക്ക് ഉപകാരമാവും, ജനങ്ങൾക്ക് ഉപകാരമാവും, പൊതുസമൂഹത്തിനും അത് ഉപകാരമായിരിക്കും. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു MLA ഉണ്ടായിട്ടില്ല ഇവിടെ. അങ്ങനെ MLA എല്ലാ നിലക്കും ജനങ്ങളോടുള്ള സഹവാസം, നാട്ടിനുള്ള ഉപകാരങ്ങൾ എല്ലാം കൊണ്ടും ഇങ്ങനത്തെ ഒരു MLA മുമ്പ് ഉണ്ടായിട്ടില്ല. മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ടോയെന്ന് സംശയമാണ് ഞങ്ങളെ സംബന്ധിച്ച്. മങ്കടയും മങ്കടയുടെ മനസ്സും കബീർ സാഹിബിൻ്റെ കൂടെയാണെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. അയാളുടെ സ്വഭാവ ഗുണം, അയാൾ നാട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ നാടെ ആകെ മാറിക്കൊണ്ടിരിക്കല്ലേ. അയാളൊക്കെ 5 കൊല്ലം മുമ്പ് നിങ്ങൾ എനിക്ക് നൽകിയ അംഗീകാരം ഉപയോഗപ്പെടുത്തി ഈ മണ്ഡലത്തിൽ അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഈ വട്ടവും നിങ്ങളുടെ ജനസമ്മതിക്ക് വേണ്ടി ഈ ജനകീയ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ
ഈ സഹോദരൻ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ പിന്തുണക്കും ആവർത്തിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ജനവിധി തേടിയെത്തുന്നു മങ്കട നെഞ്ചിലേറ്റിയ മങ്കടയെ നെഞ്ചിലേറ്റിയ പ്രിയ സാരഥി. ഒരുമിക്കാം നമുക്ക് നാടിന്റെ പുരോഗതിക്കായി. ടി എ അഹമ്മദ് കബീർ സാഹിബിനോടൊപ്പം.